എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഈ ചിങ്ങ മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഈ ചിങ്ങ മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. Five of Swords, Hierophant, Eight of Cups, Page of Cups, Hermit Mode, Seven of Pentacles. അതിന് തന്നെ 5 ഓഫ് സോഡ്സ് ആൻഡ് ഹെർമിറ്റ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ടൊക്കെ ആയിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. പക്ഷേ ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ വർക്ക് കരിയർ അതിൻ്റെ പുറകെ അതിൻ്റെ ഒത്തിരി സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു ജോലിയിൽ തൃപ്തി ഉണ്ടാവില്ല മാനസികമായിട്ട്. പക്ഷെ എന്നിരുന്നാലും ആ ജോലി തുടരുന്നു. കാരണം ഇപ്പോൾ അതിൽ നിന്നും മാറിയാൽ ബില്ലടയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്ത പല ആളുകളും ഇല്ലാത്ത ജോലിയിൽ തുടരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പലതും എന്താണോ അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ തുടരുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ മാനസികാരോഗ്യം ഒത്തിരി ബാധിക്കപ്പെടുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മാനസികമായിട്ട് നിങ്ങൾ ഒത്തിരി തളർന്ന് പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ ചിന്തയിൽ നിന്ന് ആ ഒരു പല നെഗറ്റീവ് ഇതിൽ നിന്നും പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി നിരാശയും സ്ട്രെസ്സും ഒക്കെ തരുന്ന ആ ഒരു ജോലി അതിനെ എത്ര സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റം നൽകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. ഒരു സമാധാനം സ്വസ്ഥയില്ലാത്തൊരു ജീവിതം എന്നുള്ളത് കൊണ്ട് പക്ഷെ നിങ്ങൾ ആ ജോലി നിർത്താനുള്ള ചാൻസ് ഉണ്ട്. ജോലി നിർത്തി പുതിയ ജോലിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ജോലി നിർത്തി ഇപ്പോൾ വേറെ ജോലി കിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോലി സാഹചര്യം ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മാറ്റം അതായത് നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു ചിന്തയോ ഒരു വിശ്വാസമൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഫീലിങ്ങിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ലൈഫിൽ നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഉള്ളൊരു സന്തോഷം അനിവാര്യമായിട്ടുള്ള ഇൻഡിപെൻഡൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒത്തിരി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അല്ലെങ്കിൽ നോർമലായിട്ട് വിദ്യാർത്ഥികൾ പഠിത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ മാറി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ എങ്ങനെയൊക്കെ നിന്നാൽ അതായത് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷവും തരുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാത്രം ആ ഒരു പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൂടാതെ മറ്റ് കലകളിലോ സ്പോർട്സിലോ അതുപോലുള്ള കാര്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഏത് കാര്യത്തിനാണ് നിങ്ങൾ മുമ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു. പിന്നെ പ്രായമായിട്ടുള്ള ആളുകളാവട്ടെ വീട്ടമ്മമാരാവട്ടെ ഒത്തിരി സമയം വീട്ടിൽ ചിലവഴിക്കുന്നു. അപ്പോൾ ജോലി എന്നുള്ളൊരിതിലില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില വീട്ടമ്മമാരെ സംബന്ധിച്ച് അവർക്ക് അർഹതപ്പെട്ട ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആ രീതിയിലുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് മൂലം നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു അപകർഷബോധം അല്ലെങ്കിൽ നിങ്ങളൊന്നും അല്ല എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ
അത് ഹയറോഫന്റ് ആൻഡ് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പേഴ്സണൽ ലൈഫിൽ പലരുടെയും സന്തോഷ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രണയ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പ്രണയത്തിലായിട്ടുള്ളവരാണ് ഓൾറെഡി എങ്കിൽ അത് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വിവാഹം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെയൊരു വിവാഹമാണോ പ്രതീക്ഷിക്കുന്നത്, അതേപോലെയുള്ള ഇപ്പോൾ അലങ്കാരങ്ങളായിക്കോട്ടെ, ഡ്രസ്സ്, മറ്റ് കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച രീതിയിൽ അതേപോലെയുള്ള തരത്തിലുള്ള വിവാഹം തന്നെ സാധ്യമാകുന്നുണ്ട്. പിന്നെ ചില ആളുകൾ, ചുരുക്കം ചില ആളുകളാണ്, എല്ലാവരിലുമല്ല, പറയുകയാണെങ്കിൽ നിങ്ങളൊരു മിതമായിട്ടുള്ള വിവാഹം, അതായത് ഇപ്പോൾ ഒരു രജിസ്റ്റർഡ് മാരേജ് ആയിട്ട്, ഇപ്പോൾ അതായത് നോർമൽ വിവാഹമാണെങ്കിൽ കൂടിയും നിങ്ങളും വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി നിങ്ങൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാവാം. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് നിങ്ങളുടെ വിവാഹം ഒരു രജിസ്റ്റർഡ് മാരേജ് എന്ന പോലെ നടത്തുന്നതും വിവാഹത്തിന് കരുതുന്ന പണം മറ്റാർക്കെങ്കിലും സഹായത്തിനോ അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്ക് അതുപോലെയുള്ള രീതിയിലുള്ള മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന തരത്തിലൊരു വിവാഹം നിങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. വീട്ടുകാരെ ആ ഒരു ഇതിലേക്ക് സമ്മതിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അത് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് ഒരു സിംഗിളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇച്ചിരി പ്രായം, അതായത് നോർമലി ഒരു 10-25 വയസ്സ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് 10-40 വയസ്സായിട്ട് സിംഗിളായിരിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോഴും ചോദ്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ളതിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു സമാധാനവും സ്വസ്ഥയും ആത്മീയത, അതേപോലെയുള്ള ചില ആശ്രമങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഡിവൈനായിട്ടുള്ള എന്തെങ്കിലും സംഘടനകളുടെയൊക്കെ ഭാഗമായിട്ട് പോകാനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാൻസസ് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഹയറോഫന്റ് ആൻഡ് 7 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഏത് കാര്യത്തിലാണോ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അതിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയം. പിന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിനുള്ള സാധ്യതയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പുതിയ ബിസിനസ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി ബിസിനസ്സിലുള്ള ഒരാളാണെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ബ്രാഞ്ച്, നിങ്ങൾ ഓൾറെഡി ഉള്ള ഒരു കാര്യത്തിൻ്റെ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാനുള്ള ചാൻസസ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇച്ചിരി ഇംപേഷ്യൻ്റ് ആകുന്നുണ്ട്. അതായത് ക്ഷമ ഇച്ചിരി കുറവാണ്. അപ്പോൾ ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് ബിസിനസ്സിലേക്ക് പോകാതിരിക്കുക. അതിന് അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് ആവശ്യമാണ്. പിന്നെ അതിന് കുറച്ച് സമയം എടുക്കും. ഒന്ന് ലാഭം കിട്ടിത്തുടങ്ങി, ഏത് ബിസിനസ് ആയാലും ഒന്ന് ലാഭം കിട്ടിത്തുടങ്ങാൻ അതിൻ്റേതായിട്ടുള്ളൊരു സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ജീവിതം നിങ്ങൾ ഏത് രീതിയിലാണോ ജീവിതത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന ആ രീതിയിൽ ജീവിതത്തെ നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് ജീവിതത്തെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്, അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു പ്രായത്തിൽ സാഹചര്യവശാൽ നിങ്ങൾ പെട്ടെന്നൊരു ജോലിയിലേക്ക് കയറിയതാവാം. ഇപ്പോൾ ജോലിയിൽ കയറി കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വിദ്യാഭ്യാസം നേടണം എന്നൊക്കെ ചിന്തയുണ്ടാവാം. അപ്പോൾ വീണ്ടും തിരിച്ച് വിദ്യാഭ്യാസത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ജോലി വിട്ടിട്ട് അതിനുള്ളൊരു സാധ്യത, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ മുന്നോട്ടേക്ക് പോകുന്നു. 8 ഓഫ് കപ്സ് ആൻഡ് ഹെർമിഡ് എനർജിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടിട്ട് മറ്റ് ചില കാര്യങ്ങൾ ലൈഫിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇപ്പോൾ അതിനൊക്കെയുള്ള ചില അവസരം വരികയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജോലി ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യം, അത് വിട്ടിട്ട് ആ ഒരു ആഗ്രഹ സബലീകരണത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം ഒന്നെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൈഡിൽ നേട്ടം ഉണ്ടാവും, മറ്റൊരു സൈഡിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുകയാണെന്നുള്ളൊരു ഫീലിംഗ് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളുള്ളത് കൊണ്ട് യു ആർ വോക്കിംഗ് അവേ, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നടന്നു മാറുന്നു അല്ലെങ്കിൽ അകന്നു പോയി പുതിയ ചില കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ടോക്സിക് ഫാമിലിയിൽ നിന്ന് അകന്നു പോകുന്ന സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് എന്താണോ അതിനനുസരിച്ചിട്ടാണ് കാണിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.